ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ തക്കാളി ചോറാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും നമുക്ക് കഴിക്കാനും പറ്റുന്ന തക്കാളി ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബസുമതി റൈസാണ്. ഇത് 2-3 വട്ടം കഴുകി 10 മിനിറ്റ് കുതിർത്ത ശേഷം സാധാരണ ചോറ് വെക്കുന്നത് പോലെ ചോറ് വെച്ച് ഊറ്റി വെക്കുക. ഇനി വേണ്ടത് 2 വലിയ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, മല്ലിയില. സ്റ്റവ് കത്തിച്ച് പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 3-4 കശുവണ്ടി ഇട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റുക. ഇനി അതിലേക്ക് 4-5 കിസ്മസ് കൂടിയിട്ട് വറുത്ത് കോരി മാറ്റാം. അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1 ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 കറിവേപ്പിലയും കൂടി ചേർത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് വേണ്ടതായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി കിട്ടുവാൻ വേണ്ടി ഒരു 10-15 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിലിട്ട് വെക്കുക. കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി ഉടയാത്ത കഷ്ണങ്ങൾ ഇതേപോലെ തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞാലാണ് തക്കാളി ചോറിന് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ തക്കാളി വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേകാൻ വേണ്ടി ഒരു 20 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം. സ്റ്റൗ സിമ്മിലിടുക. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കട്ട കെട്ടാതെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും ഉടഞ്ഞു പോകാത്ത ചോറ് വേണം ചേർത്ത് കൊടുക്കാൻ. ബിരിയാണി റൈസോ ജീരക റൈസൊക്കെ ആണെങ്കിൽ നമുക്ക് തലേദിവസം വേവിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം തണുപ്പൊന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് കഴിയും. സാധാരണ റൈസ് വെച്ചും ഇതേപോലെ ഉണ്ടാക്കാം. പക്ഷേ വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതേപോലെ ഒന്നിനൊന്ന് വിട്ട് നിൽക്കണം. നമ്മൾ ചോറ് വെച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് ചോറ് വേവിച്ചത്. അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കണ്ട. തക്കാളിയിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സാവധാനം ഇത് ഹോൾഡ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അതിൻ്റെ ഫ്ലേവറൊക്കെ ചോറിൽ പിടിക്കണം. ഇനി തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെക്കുക. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. പിന്നെ നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചോറ് റെഡിയായി.
അപ്പം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വാദുള്ള ഈ തക്കാളിച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈസി റെസിപ്പികളുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ്. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.